ഹലോ ഫ്രണ്ട്സ്, ഇന്നേ നമുക്ക് ചാക്കിനകത്ത് വഴുതണം, പച്ചമുളക് തൈ ഇതൊക്കെ നടുന്ന വീഡിയോ ആണെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കരിയിലയും മണ്ണും ഇതേപോലുള്ള എനിക്കറിയത്തില്ല ഈ വളത്തിൻ്റെ പേരൊന്നും, നമുക്ക് ഈ പച്ചക്കറി വാങ്ങിക്കുന്നിടത്തു നിന്ന് തന്നെ തന്നതാണ്. ഇതെല്ലാം ഞാൻ ഇട്ട് ഇളക്കി വെച്ചേക്കുന്ന മണ്ണാണ് കേട്ടോ. ഇനി നമുക്ക് ഈ വഴുതണത്തൈ എല്ലാം നമുക്ക് ഇതിനകത്ത് നട്ടതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം ഞാൻ ചാക്കിനകത്ത് നട്ടു വെച്ചിട്ടുണ്ട്. എല്ലാം ഇതൊക്കെ ഉണ്ടമുളകിൻ്റെ തയ്യാണ്. നല്ല ഒത്തിരി പിടിക്കുന്ന ഉണ്ടമുളകാന്നൊക്കെ പറഞ്ഞ് അവർ തന്നത്. നമുക്ക് പിടിച്ചു കഴിയുമ്പോൾ നോക്കാം. ഇതേപോലുള്ള പച്ചക്കറി തൈകളെല്ലാം ഞാൻ ഇതേപോലെ കവറിനകത്ത് വെച്ച് പിടിപ്പിക്കുന്നുണ്ടോ. ഇത് ഞാൻ നേരത്തെ വെച്ച് പിടിപ്പിച്ചതാണ്. ഉണ്ട്, ഇതെല്ലാം നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട്. ഉണ്ടോ, വഴുതനത്തൈയും എല്ലാം ഇതേപോലെ കവറിനകത്ത് നട്ടേക്കുണ്ടോ. വെണ്ടയെല്ലാം നന്നായിട്ട് വളരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ അതിന് മുമ്പ് ഞാൻ വെച്ച ഉണ്ടോ വഴുതനത്തൈയൊക്കെ ഉണ്ടോ ഇതേപോലുള്ള ചാക്കിനകത്തൊക്കെ വെച്ച് കുറച്ച് ഞാൻ പറിച്ചായിരുന്നേ വിൽക്കാൻ, വിപണിയിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ വിൽക്കാനായിട്ട് കുറച്ച് പറിച്ചായിരുന്നു. അതിൻ്റെ ബാക്കി നിൽക്കുന്നതായത് കേട്ടോ. ഇതെല്ലാം ഞാനിങ്ങനെ കവറിനകത്ത് തന്നെ നടുന്നത്. നിങ്ങൾക്കും തക്കാളിയൊക്കെ ഞാൻ ഇതേപോലുള്ള കൊച്ചു കവറിനകത്ത് നട്ടതാണ്. ഇതെല്ലാം തക്കാളിയൊക്കെ എന്ത് വേണ്ടി തക്കാളി പിടിച്ചിടക്കുന്നത് ഇതേപോലുള്ള കവറിനകത്ത് നടുന്നതാണ് ഇതെല്ലാം. കണ്ടോ, ഇതുള്ള നമ്മൾ വലിച്ചെറിയപ്പെടുന്ന കവറിനകത്ത് നടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. കുഴപ്പമില്ലാണ്ടോ, തക്കാളിയൊക്കെ ഇഷ്ടം പോലെ പിടിക്കുന്നുണ്ട്. ഇത് കുറ്റിപ്പടവളമാണ് കേട്ടോ. ഇത് ഞാൻ കവറിനകത്ത് നട്ടേക്കുന്നത്. നോക്കിക്ക് നന്നായിട്ട് ഞാൻ പടർന്നു വരുന്നുണ്ട്. നമുക്ക് ഈ നിലത്ത് നടാൻ സ്ഥലക്കുറവ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കവറിനകത്ത് നടുന്നത് കേട്ടോ. ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം രാവിലെ കടയിൽ പോകണം. അതിന് ഒത്തിരി രാവിലെ എണ്ണീറ്റ് ചെയ്യുന്ന ജോലികളാണ് ഇതൊക്കെ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.